നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കെട്ടിച്ചയക്കൽ. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി വിവാഹിതയാകുമ്പോൾ നമ്മൾ പറയും പെണ്ണിനെ കെട്ടിച്ചയച്ചു. പക്ഷേ ആ അയക്കൽ എങ്ങനെ ആവണം, അത് അവളെ ഒരിക്കലും ഇപ്പോൾ പല കാര്യങ്ങൾ പലർക്കും സംഭവിച്ചതുപോലെ അവളെ വിൽക്കുന്നത് പോലെ ആകരുത്. അവൾക്ക് തിരിച്ചു വരാനുള്ള വാതിൽ എന്നും തുറന്നിരിക്കുന്ന ഒരു അയക്കലാവണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലൊരു പ്രധാന ഭാഗമെന്ന് പറയുന്നത് വാതിലും മുറിയുമാണ്. നമുക്ക് എന്താണ് ഈ വാതിലും മുറിയും എന്നൊന്ന് നോക്കാം. അതായത് ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ അവൾക്ക് അവളുടെ വീട്ടിലൊരു മുറിയുണ്ട്, അവളുടെ പുസ്തകങ്ങളുണ്ട്, അവളുടെ ചിരിയുണ്ട്, അവളുടെ കണ്ണീരുണ്ട്, എല്ലാം ആ ഒരു മുറിയിലാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ആ മുറി പൂട്ടണം. അതൊരു ചോദ്യമാണ്. ആ മുറിയിലെ പേര് മാറ്റണം. ഒരിക്കലും ചെയ്യരുത്. മാതാപിതാക്കൾ എന്നും ഓർക്കണം, അവൾ പോകുന്നത് മറ്റൊരു വീട്ടിലേക്കാണ്, പക്ഷെ അവളുടെ വീട് ഇവിടെ തന്നെയാണ്. അവളുടെ അലമാര, അവളുടെ കട്ടിൽ, അവളുടെ ഫോട്ടോ അത് ആർക്കും വിട്ടുകൊടുക്കരുത്. കാരണം നീ തിരിച്ചു വന്നാൽ നിനക്കിവിടെ ഇടമുണ്ട് എന്ന സന്ദേശമാണ് ആ മുറിയിലൂടെ നമ്മൾ നൽകുന്നത്. മുറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തിരിച്ചു വരാനുള്ള മനസാന്നിധ്യം ഒരു പെൺകുട്ടിയിൽ സൃഷ്ടിക്കുക എന്നുള്ളത്. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല. വിവാഹ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരാം. എന്നാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളുമുണ്ട്, നല്ല ജീവിതങ്ങൾ കിട്ടുന്ന നല്ല പയ്യന്മാരെ കിട്ടുന്ന പെൺകുട്ടികളുമുണ്ട്. ഒരു പെൺകുട്ടി ആദ്യമേ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഞാൻ തിരിച്ചു പോയാൽ എന്നെ എൻ്റെ അച്ഛനും അമ്മയും സ്വീകരിക്കുമോ? ഈ ഒരു ചോദ്യത്തിന് അതേ എന്ന് പറയാൻ പറ്റുന്ന മാതാപിതാക്കളുള്ള വീടാണ് സുരക്ഷിതമായ വീട്. പ്രശ്നമുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് പ്രശ്നമുണ്ടെങ്കിൽ നീ തിരിച്ചു വാ, നമുക്ക് കൂടി നിന്ന് നേരിടാമെന്ന് പറയുന്നത്. ഈ മനസാന്നിധ്യം പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആരാണ്? രക്ഷിതാക്കളാണ് പ്രധാനമായും. രണ്ടാമതേ ഉള്ളൂ കൂടപ്പിറപ്പുകളും ബന്ധുക്കളും. അച്ഛൻ്റെ ഒരു ഫോൺ കോൾ, അമ്മയുടെ ഒരു മോളെ എന്നുള്ള വിളി, അതാണ് അവളുടെ രക്ഷാകവചം. നമ്മൾ പെൺകുട്ടികളെ ധൈര്യശാലികളാക്കുന്നത് അവർക്കൊരു ബാക്കപ്പ് ഉണ്ടെന്ന്. പെൺകുട്ടികൾ ധൈര്യശാലികളാകുന്നത് അവർക്കൊരു ബാക്കപ്പ് ഉണ്ടെന്ന് അറിയുമ്പോഴാണ്. ഇപ്പോൾ രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, വാക്കിൻ്റെ സപ്പോർട്ട്. നിൻ്റെ തീരുമാനത്തിനൊപ്പം ഞങ്ങളും ഉണ്ട്. വൈകാരിക സപ്പോർട്ട്, കരയാൻ ഒരു തോൾ, വിധി പറയാൻ ഒരു ജഡ്ജിയല്ല, കേൾക്കാൻ ഒരു അമ്മയും അച്ഛനെയുമാണ് പെൺകുട്ടികൾക്ക് വേണ്ടത്. നീ ആത്മാഭിമാനത്തിൻ്റെ സപ്പോർട്ടും പെൺകുട്ടികൾക്ക് നമ്മൾ നൽകണം. നീ ആരുടെയും ദയയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. നീ ഞങ്ങളുടെ മകളാണ്. ചില വീടുകളിലെ പെൺകുട്ടികൾ അവർ വീട്ടുകാർ കൊടുക്കുന്നത് ദയയാണ്. ഞങ്ങളുടെ ദയ കൊണ്ട് അവൾ ഇങ്ങനെയൊക്കെയായി. ഒരിക്കലുമല്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി ആ ദയ വേണ്ടെന്ന് വെച്ച് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ നാണക്കേടെന്ന് നമ്മൾ പറയരുത്. അങ്ങനെ പറയുന്ന രക്ഷിതാക്കളുടെ വീട് ഒരു വീടല്ല, അതൊരു ജയിലാണ്. ഓർക്കണം, നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നത് 25 വർഷം അല്ല 20 വർഷം മാത്രം കൂടെ നിർത്താനല്ല, ജീവിതം മുഴുവൻ അവർക്ക് താങ്ങാവാനാണ്. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കും 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ വെറുതെ പറഞ്ഞയക്കരുത്. അവർക്ക് കാശും പണവും പൊന്നും കൊടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെ ചേർത്ത് പിടിച്ച് പറഞ്ഞയക്കുക. അവർ പോകുമ്പോൾ അവരുടെ കയ്യിൽ 2 കാര്യങ്ങൾ കൊടുക്കുക. ഒരു താക്കോൽ, അവളുടെ പഴയ മുറിയുടെ താക്കോൽ അവളുടെ കയ്യിൽ കൊടുക്കണം. ഒരു വാക്ക്: എന്ത് സംഭവിച്ചാലും ഈ വാതിൽ നിനക്കായി അച്ഛനും അമ്മയും തുറന്നു തന്നെ ഇരിക്കും. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടികളാണ് പുറത്ത് തല ഉയർത്തി ജീവിക്കുന്നത്. കാരണം അവർക്കറിയാം വീഴ്ച വന്നാൽ പിടിക്കാൻ അവർക്ക് കൈകളുണ്ട് എന്ന്. താങ്ക് യു സോ മച്ച്.